ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. ക്ലാസ് പെട്ടെന്ന് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുഖ്യ ശില്പിയും മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. പ്രകൃതിശാസ്ത്രത്തിലും ബാരിസ്റ്റർ പരീക്ഷയിലും വിജയിച്ച് 1912 ഇന്ത്യയിൽ മടങ്ങിയെത്തി. അലഹബാദ് ഹൈക്കോടതിയിൽ വക്കീലായി ജീവിതമാരംഭിച്ച അദ്ദേഹം 1912 ബന്ദിപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തോടെയാണ് ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളിയാകുന്നത്. 1916 കമല കൗളിനെ വിവാഹം കഴിച്ചു. 1917 നവംബർ 19 മകൾ ഇന്ദിരാ പ്രിയദർശിനി ജനിക്കുന്നത്. 1921 മുതൽ 1945 വരെ 6 തവണ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു. ഇക്കാലത്ത് മകൾ ഇന്ദിരാ പ്രിയദർശിനിക്കയച്ച കത്തുകളുടെ സമാഹാരമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ആദ്യ പ്രധാനമന്ത്രിയായി. 1964 മരിക്കുന്നതുവരെ ആ പദവിയിലിരുന്നു. 1964 മെയ് 28 ഹൃദയാഘാതത്താൽ അന്തരിച്ചു. യമുന തീരത്താണ് നെഹ്റുവിൻ്റെ മൃതദേഹം സംസ്കരിച്ചത്. ശാന്തിവനം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കൃതികൾ: വിശ്വചരിത്ര അവലോകം, ഇന്ത്യയെ കണ്ടെത്തൽ, ആത്മകഥ, ഇന്ത്യയിൽ 18 മാസം, ഇന്ത്യയും ലോകവും, സോവിയറ്റ് റഷ്യ, ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലേക്ക് ഇന്ത്യയുടെ ഏകത. ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും നാം മറക്കുമ്പോൾ മാത്രമാണ് പരാജയം സംഭവിക്കുന്നത്. ഇത് നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റ് 2 മഹത് വ്യക്തികളുടെ ക്ലാസ്സുകൾ എൻ്റെ സ്ക്രീൻ നൽകാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ്. ക്ലാസ് പെട്ടെന്ന് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.